കഠിനാധ്വാനം ചെയ്താൽ വിജയിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഈ കഥ കേട്ടാൽ വിജയത്തിന് വേണ്ടത് അധ്വാനം മാത്രമല്ല ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവാണെന്ന് മനസ്സിലാവും. ഒരു ഫ്രൈഡ് റൈസ് കടയിൽ ഒരു പ്ലേറ്റിന് $10 വിലയുണ്ടായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി കടക്കാരനോട് ചോദിച്ചു, $3000 ഓർഡർ തന്നാൽ ഡിസ്കൗണ്ട് തരുമോ? അമ്പരുന്ന കടക്കാരൻ $10 2 പ്ലേറ്റ് വാഗ്ദാനം ചെയ്തു. അവളൊരു നിബന്ധന വെച്ചു, ഒരു സമയത്ത് ഒരു പ്ലേറ്റ് മാത്രം ഉണ്ടാക്കണം, എന്റെ ഓർഡർ തീരുന്നവരെ വേറെ ആർക്കും കൊടുക്കരുത്. ആളുകൾ കടയിലേക്ക് വന്നപ്പോൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ പെൺകുട്ടി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിപ്പോൾ തന്നെ തരാം. ഒരു പ്ലേറ്റിന് $9. 2 മണിക്കൂറിനുള്ളിൽ അവൾ $3000 ഫ്രൈഡ് റൈസ് $5400 വിറ്റു. കടക്കാരന് $3000 കൊടുത്തു. ലാഭം $2400. അവൾ ഒന്നും ഉണ്ടാക്കിയില്ല, കടയും തുടങ്ങിയില്ല, സാഹചര്യത്തിലെ അവസരം കണ്ടു, അത്രമാത്രം. പിന്നീട് ആ പെൺകുട്ടി 70 വയസ്സുള്ള ഒരു മുട്ടക്കച്ചവടക്കാരനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, മുട്ടയ്ക്ക് എത്രയാണ് വില? അദ്ദേഹം പറഞ്ഞു, ഒരു ഡസന് $3. ഇതെന്റെ സ്വന്തം കോഴികളുടെ മുട്ടയാണ്. അവൾ വീണ്ടും ചോദിച്ചു, ഇന്ന് രാവിലെ എത്ര മുട്ട വിറ്റു? രാവിലെ 5 മണിക്ക് വന്നിട്ടും 24 മുട്ട മാത്രമേ വിൽക്കാൻ കഴിഞ്ഞുള്ളൂ. മറ്റുള്ളവരും ഇതേ വിലക്കാണ് വിൽക്കുന്നത്. പിന്നെ ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുട്ട വാങ്ങേണ്ടത്? അവൾ ചോദിച്ചു. വൃദ്ധൻ ചിരിച്ചു, മോളെ, ഞാൻ വെറുമൊരു കർഷകനാണ്, ഇതൊന്നും എനിക്കറിയില്ല. മുട്ടകൾ രണ്ടായി തിരിക്കാൻ അവൾ പറഞ്ഞു. ഇടതുവശത്ത് സാധാരണ മുട്ട, ഒരു ഡസന് $3. വലതുവശത്ത് നാടൻ കോഴിമുട്ട എന്ന പേരിട്ട് ഒരു ഡസന് $5. വൃദ്ധൻ അത്ഭുതത്തോടെ ചോദിച്ചു, $3 പോലും ആളുകൾ വാങ്ങുന്നില്ല, പിന്നെ എങ്ങനെ $5 കൊടുത്ത് വാങ്ങും? പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിൽക്കാതെ ബാക്കി വരുന്ന മുട്ടകളെല്ലാം ഞാൻ വാങ്ങിക്കോളാം. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 ഗർഭിണികളായ സ്ത്രീകൾ അവിടെ എത്തി. അവർ മുട്ടയുടെ വില ചോദിച്ചു. വൃദ്ധൻ പറഞ്ഞു, ഇടതുവശത്തുള്ളത് $3, വലതുവശത്തുള്ളത് $5. അവർ ചോദിച്ചു, ഒരേ മുട്ടയാണെങ്കിൽ പിന്നെ എന്തിനാണ് വില വ്യത്യാസം? അപ്പോൾ പെൺകുട്ടി ഇടപെട്ടു. വലതുവശത്തുള്ളത് നാടൻ കോഴിമുട്ടകളാണ്. ആ കോഴികൾ സ്വാഭാവികമായി പുല്ലും പ്രാണികളും ഒക്കെയാണ് തിന്നുന്നത്. ഇടതുവശത്തുള്ളത് സാധാരണ തീറ്റ കൊടുത്ത് വളർത്തുന്ന കോഴികളുടെ മുട്ടകളാണ്. അത് കേട്ടതോടെ ആ സ്ത്രീകൾ വില കൂടിയ മുട്ട തന്നെ തിരഞ്ഞെടുത്തു. അവർ 2 പേരും കൂടി $50 ചിലവാക്കി. പിന്നീട് ചെറുപ്പക്കാരായ ദമ്പതികൾ വന്നു. അവരും $5 മുട്ടകൾ തന്നെ വാങ്ങി. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ വില കൂടിയ മുട്ടകളുടെ കൂമ്പാരം മുഴുവൻ വിറ്റു തീർന്നു. അപ്പോൾ പെൺകുട്ടി വൃദ്ധനോട് പറഞ്ഞു, ഇനി ഇടതുവശത്തുള്ള മുട്ടകളും വീണ്ടും രണ്ടായി തിരിക്കും, ഇതേ രീതിയിൽ തന്നെ വിൽക്കും. വൃദ്ധൻ അങ്ങനെ തന്നെ ചെയ്തു. അവസാനം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ മുട്ടകളും വിറ്റു തീർന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വൃദ്ധന്റെ കോഴി ഫാം നഗരത്തിൽ നിന്നും വളരെ അകലെയായതിനാൽ ആളുകൾ അവിടേക്ക് വരാതായി. കോഴികളെ വിൽക്കാനും ബുദ്ധിമുട്ടായി. അവസാനം അദ്ദേഹം പെൺകുട്ടിയെ വിളിച്ചു. മോളെ, ഇനി എന്ത് ചെയ്യണം? പെൺകുട്ടി വളരെ ലളിതമായ ഒരു ആശയം പറഞ്ഞു. ഫാമിന്റെ മുന്നിൽ ഒരു വലിയ ബോർഡ് വെക്കുക, പുതിയ മീൻപിടുത്തക്കുളം, ടിക്കറ്റിന് $100. മീൻ കിട്ടിയില്ലെങ്കിൽ ഒരു കോഴിയെ സൗജന്യമായി നേടാം. വൃദ്ധൻ ആദ്യം അത്ഭുതപ്പെട്ടു. മീൻപിടുത്തക്കുളം എവിടെ? എനിക്ക് മീൻപിടുത്തക്കുളം പോലും ഇല്ലല്ലോ. പക്ഷേ പെൺകുട്ടി പറഞ്ഞതുപോലെ അദ്ദേഹം പരസ്യം ചെയ്തു. അടുത്ത ദിവസം മുതൽ അവിടെ ആളുകളുടെ വലിയ തിരക്കായി. ആളുകൾ $100 കൊടുത്ത് മീൻ പിടിക്കാൻ വന്നു. മീൻ കിട്ടിയവർ സന്തോഷത്തോടെ പോയി. മീൻ കിട്ടാത്തവർക്ക് ഒരു കോഴി സൗജന്യമായി കിട്ടി. അങ്ങനെ അവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഇവിടെയാണ് ഈ കഥ നമ്മളോട് വലിയൊരു കാര്യം പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കഴിവുണ്ടെങ്കിൽ വിജയിക്കാം, കഠിനാധ്വാനം ചെയ്താൽ വിജയിക്കാം, നന്നായി പഠിച്ചാൽ വിജയിക്കാം. തീർച്ചയായും ഇവയെല്ലാം പ്രധാനമാണ്. പക്ഷേ അത് മാത്രം മതിയാവില്ല. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ മൂല്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കഴിവ് പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടത്ര ഫലം നൽകില്ല.